കഥയൊന്നും ഉണ്ടാക്കാൻ അവന് പറയണ്ട, കഥയുണ്ടാക്കാൻ പറ്റും. എന്നെ കുറിച്ച് കഥയൊന്നും ഉണ്ടാക്കാൻ മുഴയും കൂടെയൊന്നും ഇവിടെ കയറി വരണ്ട. ആ കഥയൊന്നും ഉണ്ടാക്കി എന്റെ വസ്തു വകയൊക്കെ പിടിച്ചു വയ്ക്കാവുന്നതായിട്ടുണ്ട്. ഒരവന്മാർ ഇങ്ങനെ വരിക, എന്റെ രക്ഷകർത്താവെന്നൊന്നും ഇവിടെ ഒരവരും പറയണ്ട, രക്ഷകർത്താവെന്ന് ഒരവനൂടെ ഒന്നും പറയണ്ട. കണ്ടു പറയാൻ സുബ്രഹ്മണ്യൻ ഇതുപോലെ കുറെ കഥ ഉണ്ടാക്കിയതാ. സുബ്രഹ്മണ്യൻ ഇതുപോലെ കുറെ എന്റെ 5 CCTV ക്യാമറ അടിച്ച് പൊട്ടിച്ചിട്ടാണ് എന്റെ കഥ ഉണ്ടാക്കിയത്. 5 CCTV ക്യാമറ കുറെ ഗൂണ്ടകളെല്ലാം കൂടെ ഈ നാട്ടിലെ കുറെ ഗൂണ്ടകൾ എന്നെ വകവരുത്താനിരിക്കുകയല്ലേ, എന്നെ വകവരുത്താന്. നാട്ടിലെ ഗൂണ്ടകൾ എന്നെ വകവരുത്തിയിട്ട് എന്റെ തൊക്കെല്ലാം പിടിച്ചു പറ്റി വീടായി പഠിക്കുന്ന BJP കൂടെ ഒന്നിച്ചൊക്കെ കൊടുക്കാവുന്നതായിട്ടൊന്നും നടക്കുമല്ലോ. വിജയത്തിന് പറഞ്ഞത് അല്ല, എന്നെ കൊന്നേറ്റൊക്കെ എടുക്കാൻ എനിക്ക് മക്കളൊന്നും ഉണ്ടാവരുത്, എന്റെ മക്കളൊന്നും ഉണ്ടാവരുത്. അവൻ പറഞ്ഞത് അയ്യോ മുരളീനോട് നിന്ന് ചേർന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറയാം, പോയിപ്പോയി പറയാം, ഞാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, പോയി പറ മുരളിയെ കൂടെ നിന്ന് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാം. ഇപ്പഴെങ്കിലും ഉണ്ട് നിന്നെ മനസ്സിലായത്. മുരളിയെ തല്ലിക്കൊന്ന് വെട്ടിത്തൂക്കി അറിയാൻ എന്റെ നേരെയായിരുന്നു നാട്ടുകാർ കൈ ഓലകത്തിലെ എന്റെ പുറകിൽ നടത്താറുള്ളത്. കോൺഗ്രസ് അവിടെ കുറെ വക്കീലന്മാര് എന്നെ ഒന്ന് വകവരുത്താൻ നടത്തുമല്ലയോ. എന്താ പറയുക, ജീവിക്കണ്ട ക്രിമിനലുകൾ കാരണം, കുറെ ക്രിമിനലുകൾ കാരണം നമുക്ക് ജീവിക്കണ്ട. കെട്ടിത്തൂക്കി അടിച്ച് കൊന്ന് വെട്ടിത്തൂക്കി അടിച്ച് കൊന്നേക്ക് ഇല്ല. അതുകൊണ്ടാണ് നാട്ടുകാരനെ ചോദിച്ചത്. നാട്ടുകാര് മോഹൻ സിംഗ് വരെ പറഞ്ഞു കാണിച്ചായിരുന്നു. കുറെ വെറ്ററെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇതുപോലെ നീ പോലും പൂച്ച പോലും തിന്നാത്ത വെറ്റകളൊക്കെയാ എനിക്ക് തന്നത്. വെള്ളത്തിനകത്ത് വരെയായിരുന്നു എനിക്കും തന്നത്. മോഹൻ സിംഗ് അല്ല, എന്നാന്നും പറ്റുമല്ലോ. എന്റെ അമ്മായി തന്നെ പറഞ്ഞതാ. ഇപ്പഴല്ല അവനൊന്ന് തീരുവാ. ആദ്യം പറഞ്ഞതാ മുറിയെ കൊട്ടി വെട്ടിത്തൂക്കി കൊന്നതിന് കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞതാ വെട്ടിത്തൂക്കി കൊന്നു. സൂയിസൈഡാണെന്ന് പറഞ്ഞ് കാശൊക്കെ വാങ്ങിച്ച് ഇൻഷുറൻസും മറ്റേതും എല്ലാം വാങ്ങിച്ച് കോഴികളൊക്കെ വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ട്. അതുപോലെ എന്നെ കൊന്ന് കോടികൾ വാങ്ങിക്കാൻ വിചാരിച്ചു. എന്റെ സ്വത്ത് തന്നെ എന്റെ സ്വത്തിന് മാത്രമല്ലേ വടക്കര കൂട്ടക്കാർക്ക് ഹൈവേ വെട്ടണം. എന്തുവാ അവര് ഹൈവേ വെട്ടണം. വടക്കര എന്റെ ഹൈവേ വെട്ടണം. എന്റെ വസ്തുവിനെ കൂടെ അവര് ഹൈവേ വെട്ടണം. വടക്കര കുട്ടന് ഹൈവേ വെട്ടണം. അവന് ഹൈവേ വെട്ടണം. അവന് കുറെ ഉണ്ട്. അവന്റെ മോനെ കൊണ്ട് എന്നെ കൊണ്ട് സാധാരണ 5 CCTV ക്യാമറയാണ് അടിച്ചു പൊട്ടിച്ചത്. അവനെ അടിച്ചു പൊട്ടിച്ചത് കുറെ ഗൂണ്ടകൾ കയറി എന്നോട് നടത്തിയ പോലെ ഗൂണ്ടകളായിട്ട് എന്നും നടന്നിട്ടില്ല ഈ ലോകത്തെങ്ങും. ഇവിടെ പോലീസുകാരെ കൊണ്ട് വന്നതിന്റെ വീടെല്ലാം കുട്ടിക്കൊണ്ടിച്ചത് ഈ രാജമേന്ന് പറയുന്നത്. അവള് വന്നിരിക്കുന്നത് മുരളിയെ കൊണ്ട്, ഒരു ഓട്ടോമാറ്റിക് കാരനെ കൊണ്ട് വന്നിരിക്കുന്നുള്ളൂ. നിന്നെ നീ അടുത്ത മാസം നോക്കണം. മുരളി കാണണ്ട. ഇവിടെ മുരളി ഇവിടെ വരത്തില്ല. മുരളിയും ഇവിടെ കാണത്തില്ലേ. അവന്റെ പേരുടെ എനിക്കൊന്ന് കാണണം. കൊറേ നോക്കി എന്നെ എന്റെ അയ്യോ പിന്നെ ഇങ്ങനെ നടക്കാനൊക്കത്തില്ല പിള്ളേരുണ്ടായാല്. അയ്യോ എന്നെ അതൊന്നും വകവരുത്തിയിട്ട് വീടായി പഠിക്കാനോടെ കൊടുക്കാവുന്നതായിരുന്നു. എല്ലാം കൂടെ അതിനാണ് മക്കളൊന്നും ഇല്ലെങ്കില് അവിടെ കൂടെ വേഗം ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. BJP ഒത്തിരി വേഗം എന്നെ വകവരുത്തിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അതിനും കൂടെ നോക്കി എന്റെ കൊച്ചിനെ ഇതാക്കാൻ എന്നെ മാനിക്കത്തില്ലാതെ ഇവരെ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞോ ഇതിന് ഇറങ്ങിക്കയറണമെന്ന്. ടിക്കറ്റ് എടുത്ത ട്രെയിനിൽ ഞാൻ ഇറങ്ങി ജനറൽ കയറണം. എന്തെല്ലോ ഐഡിയകളാ കൊണ്ടിട്ടോ ഭഗവാനെ. ഈ ക്രൂരതയെല്ലാം നീ കണ്ടിട്ടുണ്ട് വിളിച്ചതാ. എല്ലാം തന്നെ എനിക്ക് ഭീഷണിയല്ലയോ. നിന്നെ നാഷണൽ പെർമിറ്റ് ലോറിയോട് തിരിച്ചു കൊല്ലും, നിന്നെ അങ്ങനെ കൊല്ലും, നിന്നെ അയ്യോ അങ്ങോട്ടൊക്കെ പോകല്ലേ കെട്ടിത്താക്കും കായലിനകത്ത്. എന്നെ മാത്രമേ ഉള്ളൂ ഭീഷണികൾ. എന്നോടൊക്കെ ഭീഷണി. ഇവിടെ കുറെ എണ്ണം ഉണ്ട് ഭീഷണിയായിട്ട്. ഓട്ടോമാറ്റിക് കുറെ ഗൂണ്ടകളുണ്ട് എനിക്ക് ഭീഷണിയായിട്ട്. ഒത്തിരി ഗൂണ്ടകൾ എന്റെ പുറകിൽ നടക്കും ഭീഷണിയുമായിട്ട്. എന്താ ഇത് കുറെ വെള്ളത്തിനകത്ത് എല്ലാം കലക്കിയിട്ടുണ്ട്. കുറെ വെള്ളത്തിനകത്ത് റെജിയുടെ മോച്ചാരാ വന്ന് കലക്കിയത്. എന്റെ വെള്ളത്തിനകത്തെല്ലാം കറുപ്പിരിക്കുമായിരുന്നു വെള്ളം ബ്രൗൺ കളറില്. ഇങ്ങനെ കലക്കുമല്ലായിരുന്നു അവൻ പാതിരാത്രിക്ക് വന്നേച്ച്. കുറെ കലക്കോട്ട് അടിക്കുന്ന കുറെ ഡയറക്ടറിനും ഇതൊക്കെ കുറെ വെപ്പങ്ങൾ.
മരിച്ചാൽ മതി ഏതെങ്കിലും ആധാരം വേണ്ടി എവിടെ ചെപ്പാലും കിട്ടും തരാതിരിക്കും. എല്ലാം അവർക്ക് വേണമെന്നല്ല, ശ്രീരാജപ്പണിക്കൊന്ന് വേണം, ഇവിടെ അവിടെ എല്ലാം വേണമെന്ന് അവർക്ക് കുറച്ച് ആഗ്രഹമല്ല, അവർക്ക് പന്തളോ ഇവിടെ എല്ലാം ഒന്ന് വേണം, അവർക്ക് എല്ലാവരും ഒന്ന് വേണം. അതിന് നമ്മുടെ ഇതുപോലെ മുരടിയെ കൊന്നു കെട്ടിത്തൂക്കിയത് പോലെ എന്നെ അങ്ങ് വളരെത്താനായിട്ട് നടക്കുക അവള് കെട്ടിത്തൂക്കിയത് പോലെ. ഞാനാരും കെട്ടിത്തൂക്കിയിട്ടില്ല. ഞാന് എന്നെ നോക്കി ഇവിടെ കെട്ടിത്തൂക്കാൻ ഒത്തിരി നോക്കി എന്നെ ഇവിടെ കെട്ടിത്തൂക്കാൻ കുറെ അവന്മാരെ 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിച്ചത് കെട്ടിത്തൂക്കാൻ നോക്കിയിട്ട് കുറെ കഥ ഉണ്ടാക്കി. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന തേണ്ടിപ്പട്ടി കണിയാനൻ അവന്റെ 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിച്ചിട്ട് കുറെ കഥ ഉണ്ടാക്കി കൂട്ടുകാരുമായിട്ട് കുറെ കഥയാണ് ഉണ്ടാക്കി. 5 CCTV ക്യാമറ അടിച്ചു പൊട്ടിച്ചിട്ട് അവൻ ഒത്തിരി കഥ ഉണ്ടാക്കി. അവൻ തെമ്മാടിക്കഥ അവൻ കുറെ തെമ്മാടിക്കഥ ഉണ്ടാക്കി. അവന്റെ തെമ്മാടിക്കഥ അവളെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള വളരെ ദൈവം കൊടുക്കുന്നുണ്ട്. ദൈവമേ ഭഗവാനെ കൂലി കൊടുക്കണേ. ദൈവമേ എന്നോട് ചെയ്തതിനെല്ലാം കൂലി കൊടുക്കണം. എന്റെ കാശെല്ലാം പിടിച്ച് വരച്ചേ നിങ്ങളും BJP കൂടെ എന്റെ കാശെല്ലാം പിടിച്ച് വരച്ചേ കൊടുക്കണേ കൂലി. ഭഗവാനെ നീ കണ്ടിട്ടുണ്ടല്ലോ സത്യസന്ധമായ കാര്യം. കൂലി കൊടുക്കണേ ഭഗവാനെ. ഈ കല്ലിയുടെ കൂലി, കല്ലിക്ക് കൂലി. ശരിയാ, എത്ര വേറെ കാശാ. 10 ലക്ഷം 20 ലക്ഷം വീതമല്ലേ കിട്ടുന്ന മാസം. 10 ലക്ഷം എല്ലാം ഇങ്ങനെ കൊണ്ട് നടക്കുമല്ലേ കാറയിൽ ഒന്ന് പഴവിച്ചേച്ച് നടക്കുക. ഇല്ല പറയിപ്പിച്ചിട്ടില്ല.